നെക്സ്റ്റ് നമുക്കൊരു ടേബിൾ എങ്ങനെ കോപ്പി ചെയ്യാമെന്ന് നോക്കാം. സോ നമുക്കൊരു ടേബിളിൻ്റെ കോപ്പി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒരു ടേബിൾ ഇവിടെയുണ്ട്. സോ അതിൻ്റെ ഡാറ്റ നമുക്ക് നോക്കാം. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ്. നമ്മളിത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ടേബിളിലെ ഡീറ്റെയിൽസ്, ഓക്കെ, എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ലഭിക്കുന്നതായിരിക്കും. ആ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസും ഇവിടെ ലഭിക്കുന്നതായിരിക്കും. കോളംസ്, അതുപോലെ പ്രൈമറി കീ തുടങ്ങിയവയെല്ലാം നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ടേബിളിൻ്റെ സെയിം ഒരു കോപ്പി നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ ചെയ്യേണ്ടത് ക്രിയേറ്റ് ടേബിൾ. നമ്മൾ പുതിയതായി ക്രിയേറ്റ് ചെയ്യുന്ന ടേബിളിൻ്റെ നെയിമാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഞാനിവിടെ സ്റ്റുഡൻറ്റ് 1 എന്ന് കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം ലേക്ക് എന്ന് പറയുന്ന കീവേഡ്, ലേക്ക് ഇതിനെ പോലെയാണ് നമ്മൾ ഒറിജിനൽ ടേബിൾ നെയിം സ്റ്റുഡൻറ്റ്. അതിനുശേഷം ഇൻസേർട്ട് എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കുക. ഇൻസേർട്ട്, അതിനുശേഷം നമ്മുടെ കോപ്പി ചെയ്യുന്ന പുതിയ ടേബിളിൻ്റെ നെയിം സ്റ്റുഡൻറ്റ് 1. അതിനുശേഷം നമുക്ക് സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ്. സോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ടേബിളിലെ എല്ലാ കോളംസും എല്ലാ ഫീൽഡ്സും കൂടിയിട്ടുള്ള ഒരു ഇതിൻ്റെ സെയിം ഒരു കോപ്പി പുതിയ സ്റ്റുഡൻറ്റ് 1 എന്ന് പറയുന്ന ടേബിൾ ഇവിടെ ക്രിയേറ്റ് ആവുന്നതായിരിക്കും. നമുക്ക് ഇത്രയും ഭാഗം സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സ്റ്റുഡൻറ്റ് 1 എന്ന് പറയുന്ന ടേബിൾ ലഭിക്കും. സോ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. പ്രൈമറി കീ തുടങ്ങിയവയെല്ലാം ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ സ്റ്റുഡൻറ്റ് 1 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് സെയിം ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. സോ ഞാനിവിടെ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് 1 എന്ന് കൊടുത്ത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സെയിം ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. സ്റ്റുഡൻറ്റ് 1ഉം അതുപോലെ സ്റ്റുഡൻറ്റ് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് സെയിം ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. സോ നമ്മൾ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ടേബിളിൻ്റെ ഒരു സെയിം ഒരു കോപ്പി നമ്മൾ സ്റ്റുഡൻറ്റ് 1 എന്ന് പറയുന്ന പുതിയൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്തു.